സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 11ാമത്തെ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ രക്ഷയൊന്നുമില്ല. ഈ സീസണിൽ പ്ലേ ഓഫിൽ പോലും കയറാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇനി 2 മാച്ചുകളുണ്ട്. പക്ഷേ ആ മാച്ചിൽ നിന്ന് കിട്ടുന്ന 31 പോയിന്റ് ആയാലും 6ാം സ്ഥാനത്ത് നിലവിലുള്ള നോർത്ത് ഈസ്റ്റിന് ഓൾറെഡി 32 പോയിന്റ് ഉണ്ട്. ഇതുവരെ ചില കണക്കുകൂട്ടലുകളൊക്കെ പ്രകാരം ബ്ലാസ്റ്റേഴ്സിന് ചെറിയ ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ജംഷഡ്പൂർ എഫ്സിക്കെതിരെ ഒരു സമനില, വിജയം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സമനില കൊണ്ട് ഒരു പോയിന്റിൽ ബ്ലാസ്റ്റേഴ്സിന് തൃപ്തിപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് തന്നെ ഇനി വലിയ കണക്കൂട്ടലിന്റെയോ ടെൻഷന്റെയോ ഒന്നും ആവശ്യമില്ല. ഇനിയുള്ള 2 മാച്ച് വളരെ സമാധാനത്തോടു കൂടി നമുക്കിരുന്ന് കാണാൻ പറ്റും. ജയിച്ചാലും തോറ്റാലും ഒരു കാര്യം പോയിന്റ് ടേബിൾ ബ്ലാസ്റ്റേഴ്സിന് വരുന്നില്ല. സോ ഈ ഒരു സീസണിൽ ഡ്യൂറൻ കപ്പിന് പുറമെ ISL നമുക്ക് നഷ്ടമാകുമ്പോൾ നിലവിൽ ISL കളിക്കുന്ന ടീമുകളിൽ ഒരു ട്രോഫി പോലും ഇല്ലാത്ത ഏക ടീം എന്ന് പറയുന്ന ആ ഒരു പേര് ഈ സൂപ്പർ ലീഗ് അവസാനിക്ക് വരെ കാത്തു സൂക്ഷിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഇനി സൂപ്പർ കപ്പാണ് ഈ സീസണിലുള്ളത്. അതും തോറ്റിട്ട് അടുത്ത ടൂർണമെന്റിൽ എടുത്തോളാം എന്ന് പറയാനാണെങ്കിൽ ഈ സീസണിൽ വേറെ ടൂർണമെന്റ് ഒന്നുമില്ല. സൂപ്പർ കപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കാം ഈ സീസണിൽ അവസാന ടൂർണമെന്റ്. പിന്നെ അടുത്ത സീസൺ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇവാൻ വൂക്കമനോവിച്ചിന്റെ തുടർച്ചയായുള്ള 3 സീസൺ പ്ലേ ഓഫിന് കയറിയതിനു ശേഷം 4ാമത്തെ സീസണിൽ ഒരു മാറ്റം വരുത്തി മിക്കായൽ സ്റ്റാർ എന്ന മറ്റൊരു പരിശീലനെ കൊണ്ടുവന്നതിന് ശേഷം അതിനുശേഷം തോമസ് ജോസും പുരുഷോത്തമൻ കോച്ചും അവരുടെ ബെസ്റ്റ്, അവരെ കൊണ്ട് എന്താണോ നമ്മൾ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചത് അതിനേക്കാൾ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു കംബാക്കിനോ പ്ലേ ഓഫ് കളിക്കാൻ പാകത്തിനോ വമ്പൻ ടീമുകളായിട്ടുള്ള മോഹൻ ബഗാൻ, മുംബൈ അവരെ പോലുള്ള ടീമുകളെ തോൽപ്പിക്കാനോ അതിനൊത്ത രീതിയിലായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ കോച്ചിങ്ങും പരാജയപ്പെട്ടിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ ഒരു സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ സൈനിങ്സിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ നിലവിലിപ്പോൾ കോറൂസിങ്ങൊക്കെ കളിച്ച് നല്ല രീതിയിൽ കളിക്കുന്നത് കാണുമ്പോൾ പേടിയാണ്. കാരണം ഈ ഒരു പരിപാടി വർക്ക് ആവുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാര്യത്തിൽ തന്നെ ഈ യങ് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്തല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് മിറാക്കിൾ കാണിക്കുന്ന ഒരു പരിപാടിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോവും. ഒരു സീസണിലെ സച്ചിനും വിപിനും ബീമാനൊക്കെ വർക്കായത് കണ്ട് അക്കാദമി പ്ലേയേഴ്സിന് മാത്രം ചാൻസ് കൊടുത്തിട്ട് അവരെ തന്നെ വീണ്ടും തുടർച്ചയായുള്ള 2ാമത്തെ സീസണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകൾ കൊടുത്തിട്ട് കളിപ്പിച്ച് പരാജയപ്പെട്ടുള്ളൊരു സീസൺ കൂടിയാണിത്. നമ്മളെ സംബന്ധിച്ച് ക്വാളിറ്റിയുള്ള ഇന്ത്യൻ പ്ലേയേഴ്സ്, ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് പൈസ കൊടുത്ത് കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലതാണ് ഇതുപോലെ അക്കാദമി പ്ലേയേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ വർക്ക് ആവുമോ എന്നുള്ളത് നോക്കിയിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരു കോറൂസിംഗിലേക്കോ അല്ലെങ്കിൽ ഒരു വിപിനിലേക്കോ ഒരു ഐമാനിലേക്കോ മാത്രം ഒതുങ്ങി പോകുന്നുണ്ട് എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പ്രശ്നം. ആൻഡ് ഈ യങ് പ്ലേയേഴ്സിന് തന്നെ ഇൻകൺസിസ്റ്റൻസി, ഇൻഎക്സ്പീരിയൻസ്, ഒരു മാച്ച് തന്നെ ചിലപ്പോൾ ഇവർ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ തന്നെ ആ എൻ്റയർ മാച്ചിൽ അവരുടെ ഫിറ്റ്നസ് വൈസ് ആണെങ്കിലും ടോട്ടലി അവർ ആ മാച്ചിൽ കിട്ടണമെന്നില്ല. ആൻഡ് പല യങ് പ്ലേയേഴ്സിനും ഒരു 1 സീസൺ വണ്ടർ എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് പോകാറുണ്ട്. അവരൊന്ന് സെറ്റായി വരാനും അവർ എക്സ്പീരിയൻസ് വൈസ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ സീസണിൽ അവർ കളിക്കുന്നത് കണ്ട് പഠിച്ച് അടുത്ത സീസണിൽ അവരെ പൂട്ടാൻ വേണ്ടി തന്നെയാണ് പല പ്ലേയേഴ്സും വരുന്നത്, പല ടീമുകളും വരുന്നത്. അതൊക്കെ മറികടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസും കുറച്ചുകൂടി ക്വാളിറ്റിയൊക്കെ ഇന്ത്യൻ പ്ലേയേഴ്സിന് ആവശ്യമാണ്. അതുകൊണ്ടായിരിക്കും പല പ്ലേയേഴ്സും ഒരു 1 സീസൺ വണ്ടർ എന്ന രീതിയിൽ ഒതുങ്ങി പോകുന്നത്. ഈ പറഞ്ഞ കോറൂസിംഗ് ഇപ്പോൾ നിലവിൽ കത്തി നിൽക്കുന്ന രീതിയിൽ ഇന്ത്യൻ പ്ലേയേഴ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മാറുന്നുണ്ട്. പക്ഷേ ഇതേ പ്ലെയർ അടുത്ത സീസണിൽ ഇതേ ലെവലിൽ പെർഫോമൻസ് കാഴ്ച വയ്ക്കുമോ എന്നുള്ളതിന് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. സോ ഈ പറഞ്ഞ രീതിയിൽ യങ് പ്ലേയേഴ്സ് നമ്മുടെ ടീമിൽ വേണം. അത് മോഹൻ ബഗാനെ ആണെങ്കിലും മുംബൈക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 11ൽ ഒരു സ്റ്റാർട്ടിംഗ് 11 ചിലപ്പോൾ 1-2 പ്ലേയേഴ്സ് ആയിരിക്കും. ഇത് ലൈനപ്പ് ഫുള്ള് ഇന്ത്യൻ പ്ലേയേഴ്സ്, യങ് പ്ലേയേഴ്സ് ആണ്. അവരെ ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് അവർ വർക്കാവും, അല്ലെങ്കിൽ അവരെ നമ്മൾ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ബ്ലൈൻഡ്ലി അവരെ ട്രസ്റ്റ് ചെയ്ത് ലൈനപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ പല ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷനിലും അവർ മിസ്റ്റേക്ക് വരുത്തി അതിൻ്റെ തിരിച്ചടികൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഇമ്പാക്റ്റ് 1-2 മാച്ചുകൾ ഉണ്ടാക്കിയാൽ പോരാ, ഒരു സീസണിൽ ഉടനീളം നമുക്ക് ആ ഒരു പ്ലെയറിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കിട്ടണം. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സിനെ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു പരിപാടി ഇവർ മാക്സിമം ഒഴിവാക്കി ഈ അക്കാദമി പ്ലേയേഴ്സ്, യങ് പ്ലേയേഴ്സ്, മിറാക്കിൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് അവരിലേക്കൊക്കെ ഇങ്ങനെ ഒതുങ്ങി പോകുന്നത് ഈ സീസണിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മോഹൻ ബഗാൻ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഒരു സീസണിൽ അവർ ദിമിത്രിയോസ് പെട്രാട്ടോസ് എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ കൊണ്ടുവന്നു. ആ സീസൺ ആ പ്ലെയർ കളിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അതാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഫോറിൻ പ്ലെയർ എന്നുള്ളത്. പക്ഷേ തൊട്ടടുത്ത സീസണിൽ എ ലീഗിലെ ടോപ്പ് സ്കോർ ആയിട്ടുള്ള ജേസൺ കമ്മിൻസ്, സാദിഖു തുടങ്ങിയ പ്ലേയേഴ്സൊക്കെ വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ സീസണിൽ അവരായിരിക്കും ഏറ്റവും ക്വാളിറ്റിയുള്ള ഫോറിൻ പ്ലെയർ, അതാണ് ISLലെ പീക്ക് ഫോറിൻ സൈനിങ് എന്നുള്ളത്. തൊട്ടടുത്ത സീസണിൽ നമ്മൾ സാക്ഷാൽ മക്ലാരൻ, എ ലീഗിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മക്ലാരനെയും ISLലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഗ്രെഗ് സ്റ്റുവർട്ടിനെയും കൊണ്ടുവരികയാണ്. ആൻഡ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് ഈ പറഞ്ഞ രീതിയിലൊരു മടുപ്പില്ല. ഇതുപോലുള്ള പ്ലേയേഴ്സിനെ, സ്റ്റാർ പ്ലേയേഴ്സിനെ അത് എവിടെയാണെങ്കിലും അവരെ പൈസ കൊടുത്തിട്ടാണെങ്കിൽ ആ രീതിയിൽ എങ്ങനെയെങ്കിലും ടീമിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പെട്രാട്ടോസ് കഴിഞ്ഞ് കമിൻസ് വരുമ്പോഴും കമിൻസ് കഴിഞ്ഞ് മക്ലാരൻ വരുമ്പോഴും ഒരു പ്ലെയറിന് പകരമായിട്ടല്ല മറ്റൊരു പ്ലെയർ വരുന്നത്. നിലവിൽ അവർക്ക് മക്ലാരൻ, കമിൻസ്, സ്റ്റുവർട്ട്, പെട്രാട്ടോസ് ഇവരെല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ കാര്യം അതല്ല. നമുക്കൊരു ഹേസൂസ് വരണമെങ്കിൽ ഒരു ദിമിത്രോസ് പോകണം, ഒരു ദിമിത്രോസ് വരണമെങ്കിൽ ഒരു വാസ്കസ് പോകണം, ഒരു ലഗാട്ടോറോ മിലോസോ വരണമെങ്കിൽ ഒരു ലെസ്കോ പോകണം, ഒരു പ്രീതം കോട്ടാൽ വരണമെങ്കിൽ നമുക്കൊരു സഹല് പോകണം. ആ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ വർക്കാവാതിരിക്കാം.
ആൻഡ് ഇവിടെ എവിടെയാണ് അപ്ഗ്രേഡേഷൻ? നമ്മളുള്ള പ്ലേസിനെ മാറ്റിയെടുത്ത് ആ രീതിയിൽ കളിക്കുമ്പോൾ അവിടെ ഒരു അപ്ഗ്രേഡേഷൻ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സീസണിൽ നമ്മൾ പെപ്രയ്ക്ക് പകരം ദിമിത്രിയോസിനെ നിലനിർത്തി ഹേസൂസിനെ ഒരു ക്വാളിറ്റി സൈനിങ് ആയിട്ട് കൊണ്ടുവന്ന് ഹേസൂസും ദിമിത്രിയോസും ഒരു ഫ്രണ്ടിൽ 2 സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന രീതി, അവിടെ ഹേസൂസിനെ ഡ്രോപ്പ് ചെയ്ത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കാം, ദിമിത്രിയോസിനെ ഒരു നമ്പറിനായിട്ട് കളിക്കാം. ആ ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം മികച്ചതായിരിക്കുമല്ലോ. പക്ഷെ നമുക്കത് വിധിച്ചിട്ടില്ല. നമുക്ക് ഇതേപോലെ പ്ലേസിന് പറഞ്ഞതിനെ കളഞ്ഞാൽ മാത്രമേ നമുക്ക് അതേ ക്വാളിറ്റിയുള്ള പ്ലേസിനെ കിട്ടുള്ളൂ. കാരണം കാശ് മുടക്കാൻ വലിയ മടിയാണ് അവർക്ക്. സോ ഈ രീതിയിൽ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നല്ല ഫോറിൻ പ്ലേയേഴ്സ് വരുന്നുണ്ട്. ദിമിത്രിയോസ് ആണെങ്കിലും ഹേസൂസ് ആണെങ്കിലും ലൂണ ആണെങ്കിലും എസ്കോ ആണെങ്കിലൊക്കെ ആ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പ്ലേയേഴ്സിന് നമ്മൾ ഒരു നല്ല 2-3 ഫോറിൻ സ്ട്രൈക്കറിന് എടുത്തിട്ട് ബാക്കിയെല്ലാം ആവറേജ് പ്ലേയേഴ്സ് അവർ വർക്കാവോ ഇല്ലയോ നോക്കിയിരുന്ന് ആ രീതിയിലാണ് നമ്മൾ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ സ്ക്വാഡ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം പ്ലേയേഴ്സിനെ ക്വാളിറ്റിയുള്ള ഫോറിൻ പ്ലേയേഴ്സിനെ ടീമിൽ നിലനിർത്താനോ അവിടെ ഒന്നിലധികം ഇപ്പോൾ മോഹൻ ബഗാൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ വെച്ചാൽ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലിലേക്കാണ് അവർ നിൽക്കുന്നത്. സോ അത് നമുക്ക് പറ്റുന്നില്ല, നമുക്കത് താല്പര്യമില്ല, നമ്മളതിന് ശ്രമിക്കുന്നുമില്ല. ആൻഡ് ഈ ഒരു ISL കരിയർ ഉടനീളം ബ്ലാസ്റ്റേഴ്സിന് എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ 4 പേര് കൂടുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരിക്കും, നമ്മൾ അധികം പണിയെടുക്കാതെ എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ അധികം കാശ് മുടക്കാതെ പ്രോഫിറ്റ് ഉണ്ടാകുന്ന ബിസിനസ് ഏതൊക്കെയാണ്, കുറഞ്ഞ ചിലവിൽ സക്സസ്ഫുൾ ആവാൻ എങ്ങനെ പറ്റും, ഇതുപോലുള്ള ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ഇതേ ഒരു ആറ്റിറ്റ്യൂഡാണ് ബ്ലാസ്റ്റേഴ്സിന്. എങ്ങനെയെങ്കിലും ഉടായ്പിൽ മാക്സിമം ചിലവ് ചുരുക്കി സസ്റ്റൈനബിലിറ്റി എന്ന ഒരു ഫ്രീക്ക് പേരൊക്കെ അതിലിട്ടിട്ടുണ്ട്. ആ രീതിയിൽ എങ്ങനെയൊക്കെ ചിലവ് ചുരുക്കി ബ്ലാസ്റ്റേഴ്സിൽ ആ ഒരു കോംപ്രമൈസ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടാണ് അവർ പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സീസണിൽ തന്നെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഉണ്ട്. സ്റ്റാറയ്ക്ക് പകരം ആ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ലൊരു കോച്ചിനെ, പോപ്പുലർ ആയിട്ടുള്ള ഡിമാൻഡുള്ള ഒരു കോച്ചിനെ നെഗോഷിയേറ്റ് ചെയ്ത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അത്തരത്തിലുള്ള കോച്ചുമാർ ഓൾറെഡി കോൺട്രാക്ട് ആയിരിക്കും, അവിടെ ചാടിക്കാൻ നല്ല എഫേർട്ട് വാക്കുകളുടെ രൂപത്തിൽ വേണം, പൈസയുടെ രൂപത്തിൽ വേണം. സോ അതൊക്കെ വേണമെന്നിരിക്കെ തോമസ് ജോസും പുരുഷോത്തമൻ കോച്ചും വന്ന് 2 കളി വെച്ചപ്പോൾ എന്നാൽ പിന്നെ ഇത് മതി, ഇവർ കളി ജയിക്കുന്നുണ്ട്, ഇവരെ നൈസായിട്ട് ഇവരെ തലയിലേക്ക് വെക്കാം, നൈസായിട്ട് ഇവരെ വെച്ച് ഉടായ്പിൽ മുന്നോട്ട് പോകാം. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു കോച്ചിനെ കൊണ്ടുവന്ന് ഒരു തിരിച്ചു വരും. ഈസ്റ്റ് ബംഗാളൊക്കെ ആ രീതിയിൽ നല്ലൊരു കംബാക്ക് ഒരു സീസണിൽ വരുത്തി കഴിഞ്ഞു. പക്ഷേ നമുക്കതിന് ഭാഗ്യമില്ല. കാരണം നമ്മളിവിടെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് മതി, അല്ലെങ്കിൽ അതിൽ തൃപ്തിപ്പെടുന്ന രീതിയിൽ നമ്മൾ മാറുന്നുണ്ട്. ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യമാണെങ്കിലും നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ യങ് പ്ലേയേഴ്സ് വർക്ക് ആവുന്നുണ്ട്, ഒരു കോറ് വർക്ക് ആവുന്നുണ്ട്, ഒരു വിപിൻ വർക്ക് ആവുന്നുണ്ട്, ഒരു സച്ചിൻ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഐ ലീഗിൽ നിന്നും ഈ പറഞ്ഞ പോലെ യങ് പ്ലേയേഴ്സിനൊക്കെ എടുക്കുക, അവർക്ക് തുച്ഛമായുള്ളൊരു സാലറി കൊടുത്ത് തുച്ഛമായുള്ളൊരു കോൺട്രാക്ട് കൊടുത്ത് ടീമിൽ നിർത്തുക. അവർ വർക്ക് ആവുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ മാക്സിമം കൺവിൻസ് ചെയ്ത് അവരെയും പറ്റിക്കാൻ എളുപ്പമായിരിക്കും. സോ അവരെ മാക്സിമം കൺവിൻസ് ചെയ്ത് ഒരു കോൺട്രാക്ട് കൊടുത്ത് ഒരു 3 വർഷത്തേക്ക് കോൺട്രാക്ട് കൊടുത്ത് വീണ്ടും ടീമിൽ നിർത്തുക. ചിലപ്പോൾ അവർ ഇൻകൺസിസ്റ്റൻ്റ് ആവും, ചിലപ്പോൾ അവർ വർക്കാവും. അങ്ങനെ വർക്കായി ഒരു ടോപ്പ് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല വിലക്ക് വിൽക്കുക. ഇതാണ് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കോച്ചിനെ കണ്ടുപിടിക്കുന്ന കാര്യം അല്ലെങ്കിൽ കോച്ചിൻ്റെ കാര്യത്തിലാണ് അതിലും കോമഡി. നമ്മൾ ഈ തരത്തിൽ ഉടായ്പൊക്കെ കാണിച്ച് നമ്മൾ ഈ പറഞ്ഞ അത്യാവശ്യം 1-2 നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ടാവും, ബാക്കിയുള്ളവരെല്ലാം ചിലപ്പോൾ യങ് പ്ലേയേഴ്സ് അതിൽ വർക്ക് ആവുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയൊരു സ്ക്വാഡൊക്കെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഏതൊരു കോച്ചിനെ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ പറ്റി വളരെ കുറച്ച് മാത്രം അറിഞ്ഞ് വരുന്ന ടൈപ്പ് ഓഫ് കോച്ചുമാരെ കൺവിൻസ് ചെയ്ത് അവർക്ക് ഈ പ്ലേയേഴ്സിനൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇത്രയും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ട്, സ്റ്റാറെ പോയതിനു ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതേ രീതിയിലാണ്. അത് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നാണ്. ആ രീതിയിൽ തന്നെ കൺവിൻസ് ചെയ്ത് അത് ഒരു പക്ഷേ ഇവാൻ കമലോസിനെ പോലെ വർക്കാവാം, അല്ലെങ്കിൽ സ്റ്റാറിനെ പോലെ പരാജയപ്പെടാം. ഇപ്പോൾ നമ്മൾ ലോബേറെ കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നുണ്ട്, ഓസ്കാറിനെ കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നുണ്ട്, ആൽബർട്ട് റോക്കിനെ കൊണ്ടുവരുന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ പറഞ്ഞ റൂമറൊക്കെ വന്നപ്പോഴേ നമ്മൾ പറഞ്ഞതാണ്. അവർക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ അറിയാം, അവർക്ക് ഇന്ത്യൻ പ്ലേയേഴ്സിനെ അറിയാം, ഇന്ത്യൻ ക്വാളിറ്റി അറിയാം, ഫോറിൻ ക്വാളിറ്റി അറിയാം. അവർ ആ പ്ലേയേഴ്സിനെ ഡിമാൻഡ് ചെയ്യും. അവർ ഡിമാൻഡ് ചെയ്യുന്ന പ്ലേയേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവരെ വേണ്ടെന്ന് നോക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ പറ്റി വലിയ ധാരണയില്ലാത്ത, ഇവിടുത്തെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റിയും ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റിയെ പറ്റി വലിയ ധാരണയില്ലാത്ത ഏതൊരു പാവം പിടിച്ച കോച്ചിനെ നമ്മൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഓഫറൊക്കെ കൊടുത്ത് അവരിവിടെ നിർത്തും. അവരെപ്പോഴും പറയുന്ന ഒരു കാര്യം, ടീമിൻ്റെ ലോങ് റണ്ണിന് വേണ്ടി, ഒരു ക്ലബിൻ്റെ ലോങ് റണ്ണിന് വേണ്ടിയാണ് പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യുന്നത്. ആൻഡ് പല ചിപ്സ് ബിസിനസ് നടത്തുന്നുണ്ട്, പല ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ട്. അതെല്ലാം തിരിച്ച് ക്ലബിലേക്ക് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഈ ലോങ് റണ്ണിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യുമ്പോൾ അച്ചീവ്മെന്റ്സ് ഇല്ലാത്തൊരു ക്ലബ്ബായിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ അച്ചീവ്മെന്റ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെ പറയും. കാരണം നിങ്ങൾ ആ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ തന്നെയാണ് നിങ്ങളെ കോംപ്രമൈസ് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യകാല സീസണിലെ സ്റ്റേഡിയത്തിലെ അറ്റൻഡൻസും ഇപ്പോൾ വരുന്ന അറ്റൻഡൻസും തമ്മിലുള്ളൊരു ഡിഫറൻസ് നോക്കിയാൽ മതി. ഏറ്റവും ഒടുവിലത്തെ മാച്ചിൽ പോലും 4000-5000 പേരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ വരുന്നുള്ളൂ. ഇത് സ്റ്റേഡിയം കപ്പാസിറ്റി കുറച്ചതിന് ശേഷം വലിയ രീതിയിലൊരു ഇടിവ് വന്നിട്ടുണ്ട്. എന്നാലും ആ ഒരു സമയങ്ങളിലെല്ലാം ഒരു 30,000-ന് മേളിലൊക്കെ അറ്റൻഡൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സീസണിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മാച്ചുകളിലും അറ്റൻഡൻസ് നമ്മൾ പ്രതീക്ഷ രീതിയിൽ എത്തുന്നില്ല. കപ്പ് കൊണ്ട് കൂടെ കൂടിയവരെല്ലാം എന്നൊക്കെ ഫിലോസഫി അടിച്ച് കുറച്ച് പേര് നിൽക്കും. പക്ഷെ എത്ര പേര് അത്രയും ലോയലായിട്ട് നിൽക്കാൻ പറ്റും? പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളവർ പലരും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി പോലും കാണുന്നില്ല. വളരെ ചുരുക്കം പേര് മാത്രമാണ് ഇപ്പോഴും ഒരു ക്ലബിനൊപ്പം നിൽക്കുന്നത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഫാൻസിനെ പറ്റി ജീവിക്കുമ്പോൾ ഫാൻസിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പലരും ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി പണ്ട് വലിയ രീതിയിൽ കണ്ടുകൊണ്ടിരുന്നവർ ഇപ്പോൾ
എന്നാണ് മാച്ച്, ആരായിട്ടാണ് മാച്ച്, ഏത് പോയിന്റാണ്, എവിടെയാണ് നിൽക്കുന്നത് ഒന്നും അറിയില്ല. ആ ലെവലിൽ നിങ്ങളൊക്കെ ആൾക്കാർ നഷ്ടപ്പെട്ടു തുടങ്ങി. ISLന്റെ വ്യൂവർഷിപ്പ് തന്നെ വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല സീസണിലും. ആൻഡ് ISLന് തന്നെ ഒരു സ്പോൺസറിനെ കിട്ടാത്തൊരവസ്ഥ വരെയുണ്ട്. ടോട്ടലി ISL എന്ന് പറയുന്ന ലീഗും അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് തന്നെ ഈ വ്യൂവർഷിപ്പിൽ വഹിക്കുന്ന വലിയൊരു പങ്കുണ്ടായിരുന്നു ഒരു സമയത്ത്. ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാനും മുഹമ്മദ് അൻസൊക്കെ ആയിട്ട് മാറുന്നുണ്ടെങ്കിലും ഒരു സമയത്ത് ആ ഒരു ISL വ്യൂവർഷിപ്പിന്റെ ഒരു മെയിൻ വന്നിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്താണ്. അത് കുറഞ്ഞു തുടങ്ങി, നല്ല രീതിയിൽ കുറഞ്ഞു തുടങ്ങി. ഓരോ സീസണിലും ഗ്രാജുവലായിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് വൺസ് നമുക്കറിയാം കേരള ബേസ് ചെയ്ത് ഒരുപാട് പോപ്പുലർ ടീമുകളുണ്ടായിരുന്നു. ആ ടീമുകളൊന്നും ഇപ്പം ഇല്ല. അതേ അവസ്ഥ ബ്ലാസ്റ്റേഴ്സിന് വരും. ഫാൻസ് കുറഞ്ഞ് ആൾക്കാർക്ക് ഈ ക്ലബിനെ വേണ്ടാതായാലും അവിടെയും അത് ലോങ് റണ്ണിനെ തന്നെയാണ് ബാധിക്കുന്നത്. ഈ പറഞ്ഞ ഉടായ്പൊക്കെ നേരിൽ കണ്ടുകൊണ്ട് എത്ര നാൾ ഈ ടീമിനൊപ്പം ആൾക്കാർ നിൽക്കും എന്നുള്ള ഒരു സംശയമാണ്. ഒരു ബിസിനസ് മൈറ്റ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നില്ലെങ്കിലും റൺ ചെയ്യാൻ പറ്റുന്ന കാലത്തോളം ലോസ് ഇല്ലാതെ പോവുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം ഒരുപക്ഷെ അവർക്കുള്ളത്. മുതലാക്കാവുന്നതിൻ്റെ മാക്സിമം മുതലാക്കിയിട്ട് ക്ലബ്ബ് അടച്ചു കൂട്ടിക്കോട്ടെ, ആ ഒരു മൈൻഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്ര നാളെ ഒരു ക്ലബ്ബ് നമ്മളൊപ്പം ഉണ്ടാവും എന്നുള്ളതും സംശയമാണ്. എന്തായാലും ഒരൊറ്റ സൊല്യൂഷൻ ഇതിനുള്ളൂ. വേറെ ആർക്കെങ്കിലും പണി അറിയാവുന്ന ആത്മാർത്ഥമായിട്ടൊരു ക്ലബിന് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണമെന്നുള്ളത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ, ഒരു തരത്തിലും ഈ പറഞ്ഞ പോലെ മറ്റ് പേരുകളിട്ട് വിളിക്കാതെ കൃത്യമായൊരു പൈസ ഇറക്കി പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെൻറ്റ് നമുക്ക് വേണം. അതല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് മാറണം, അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റിന് തന്നെ മാറ്റണം. സോ അത് വരാത്തടത്തോളം കാലം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി റിപ്പീറ്റ് ആവത്തേ ഉള്ളൂ. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഒരു മിറാക്കിൾ സീസണിന് വേണ്ടിയിട്ടാണ്. എല്ലാം വർക്കാവുന്ന, കോച്ച് വർക്കാവുന്ന, പ്ലേയേഴ്സ് വർക്കാവുന്ന, യങ് പ്ലേയേഴ്സ് വർക്കാവുന്ന ഒരു സീസണിന് വേണ്ടിയിട്ടാണ്. ആ സീസൺ നമ്മൾ ചിലപ്പോൾ പ്ലേ ഓഫിൽ കയറുമായിരിക്കും, ചിലപ്പോൾ ഫൈനലിൽ കയറുമായിരിക്കും, ഭാഗ്യം ഉണ്ടെങ്കിൽ കപ്പടിക്കുമായിരിക്കും. അല്ലാത്ത പക്ഷേ നമുക്ക് യാതൊരു തരത്തിലും ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത. മോഹൻ ബഗാനൊക്കെ സംബന്ധിച്ച് ഗ്യാരണ്ടിയാണ്. അവർ ഷീൽഡ് കിട്ടോ ഇല്ലയോ, ISL ട്രോഫി കിട്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് അവർക്ക് ഡൗട്ട്. എല്ലാ സീസണിലും പ്ലേ ഓഫിൽ ഉണ്ടാവും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. നമുക്ക് ആ പറഞ്ഞ ഗ്യാരണ്ടി ഒന്നുമില്ല. സോ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഷെയർ ചെയ്തതാണ്. കളി കാണുന്നവർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടീമിനൊപ്പം നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലെങ്കിൽ അവരിലേക്ക് ഇതാണ് റിയാലിറ്റി എന്നുള്ളത് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഇനിയും മാച്ച് കാണും, നമ്മൾ ഇനിയും മാച്ചിനെ പറ്റി സംസാരിക്കും. പോസിറ്റീവായിട്ട് തോന്നിയ കുറച്ച് പ്ലേയേഴ്സും പെർഫോമൻസൊക്കെ ഉണ്ട്, അവരെ പറ്റിയൊക്കെ സംസാരിക്കാം, അവരെയൊക്കെ പ്രൈസ് ചെയ്യാം. അത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ഭാഗ്യം പോലെ ഒരു മിറാക്കിൾ സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത സീസൺ.